എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Come, be a part of excellence. Be a part of FASC. Fatima College. Molding minds, illuminating lives. Skywave Water and Amusement Park, Kakkadampoyil, Valamtod, Malappuram. Sri Vivekananda Padana Kendram, Palemad, Edakara. ആദിവാസികളുടെ DFO ഓഫീസ് ഉപരോധം ഫലം കണ്ടു. നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കും. 2019 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് 6 വർഷമായിട്ടും വനാവകാശ നിയമപ്രകാരം നൽകേണ്ട ഭൂമിയുടെ രേഖ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ 11 മണി മുതൽ രാത്രി 7 മണി വരെ നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിനെ കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ചേമ്പൻകൊല്ലി നഗറിലെ 37ഓളം കുടുംബങ്ങൾ ഉപരോധിച്ചത്. വൈകുന്നേരം 6 മണിയോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം DFO ഓഫീസിലെത്തിയ ലാൻഡ് റവന്യൂ വിഭാഗം തഹസിൽദാരുമായി വൈകുന്നേരം 6 മണിയോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം DFO ഓഫീസിലെത്തിയ ലാൻഡ് റവന്യൂ വിഭാഗം തഹസിൽദാർ സമരക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ, ലാൻഡ് റവന്യൂ വിഭാഗം തഹസിൽദാർ വിനോദ് കുമാർ, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ എന്നിവർ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് എഴുതി രേഖാമൂലം നൽകിയതോടെ സമരം അവസാനിപ്പിച്ചതായി സമരക്കാർ അറിയിച്ചു. തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയുടെ ഭൂരേഖ നൽകാതെ DFO തങ്ങളെ പ്രയാസപ്പെടുത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം. 2019 പ്രളയത്തിൽ കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ചേമ്പൻകൊല്ലി നഗറിലെ 53 കുടുംബങ്ങൾക്കാണ് വീടും സ്ഥലവും നഷ്ടമായത്. പകരമായി 2005-2006 വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകാൻ തീരുമാനിക്കുകയും വനത്തിനുള്ളിൽ വാസയോഗ്യമായ ഭൂമി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനായി 100 ഏക്കർ സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം അപേക്ഷ നൽകിയ 53 പേരിൽ 16 പേർക്ക് ഭൂരേഖ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ബാക്കി 37 അപേക്ഷകർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂരേഖ ഒപ്പിട്ട് നൽകാൻ കഴിയില്ലെന്നാണ് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ പറയുന്നത്. ഇതിൽ 28 പേരും ഭൂരേഖ ലഭിച്ച 16 പേരും ഉൾപ്പെടെ 44 പേർ എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട്. 9 കുടുംബങ്ങളുടെ അപേക്ഷകൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചിട്ടുമുണ്ട്. 2005-2006 നിലവിൽ വന്ന വനാവകാശ നിയമപ്രകാരം 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമാണ് അപേക്ഷ നൽകാൻ അർഹതയെന്നും DFO പറയുന്നു. എന്നാൽ വനം വകുപ്പിന്റെ മെല്ലെപ്പോക്ക് മൂലമാണ് തങ്ങൾക്ക് ഭൂരേഖ ലഭിക്കാത്തതെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. വനാവകാശ നിയമപ്രകാരം പ്രളയബാധിതർക്ക് ഭൂമി നൽകാൻ 2023 ഓഗസ്റ്റിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. 6 മാസത്തിനുള്ളിൽ ഉത്തരവ് നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ 2 വർഷമായിട്ടും ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല. ഇതേ തുടർന്നാണ് രാവിലെ 11 മണിയോടെ ആദിവാസി കുടുംബങ്ങൾ കാടിറങ്ങിയെത്തി നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിന്റെ ഓഫീസിൽ ഉപരോധ സമരം തുടങ്ങിയത്. ഇവരുടെ ഭൂമി പ്രശ്നത്തിൽ ജില്ലാ ലെവൽ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിനാലാണ് നാളെ കളക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് യോഗം ചേരുക. ITDP ജില്ലാ ഓഫീസർ, നിലമ്പൂർ സൗത്ത് DFO ജില്ലാ കളക്ടർ എന്നിവരാണ് DLC അംഗങ്ങൾ. വനത്തിനുള്ളിൽ മാത്രം കഴിയുന്ന പ്രാക്തന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ വീടും സ്ഥലവും പ്രളയം എടുത്ത സാഹചര്യത്തിൽ വനാവകാശ നിയമത്തിൽ ഈ കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി ഭൂമി നൽകണം. 6 വർഷമായി താൽക്കാലികമായി കെട്ടിയ പ്ലാസ്റ്റിക് ഷെഡുകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായ മേഖലയിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. ഒരു നിയമം നടപ്പിൽ വരുന്ന സമയത്ത് 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടാണ് ആദിവാസി കുടുംബങ്ങൾ സ്വീകരിച്ചത്. നിലമ്പൂർ CA സുനിൽ പുളിക്കലും അഡ്വക്കേറ്റ് അശോക് കുമാർ, കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുറഹ്മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ.
കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.